അടുത്തായിരുന്നു, വീട് അടുത്തായിരുന്നു. തിലാപ്പി അതേ പറഞ്ഞ ചാവാറായി കിടക്കണം. ഒയ്യോ ചത്തുപോയടാ. അശോ പൈസ കാണിക്കണ്ട വ്യൂ എന്താല്ലേ. അപ്പോൾ ഗുഡ് മോർണിംഗ്. Before you enter the temple, please read the rule first. Not enter the temple. Is compulsory. I explain you about it. Simple map about this area. Actually, there are 7 temples totally. Okay. If you want to visit all the temple, you need time 4 hours. Okay. Up and down, yeah. But don't worry, the biggest and the famous one, 5 minutes from here. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലംഫിയാങ് ടെമ്പിൾ അല്ലേ, ലംഫിയാങ് ടെമ്പിൾ. നമ്മൾ താമസിക്കുന്നിടത്ത് 70 കിലോമീറ്റർ വണ്ടി ഓടിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടുത്തെ റൂളൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞ് തന്നെ അകത്ത് കയറാൻ നേരത്തേക്കുള്ളത്. അപ്പോൾ ഇവിടെ മെയിൻലി ആൾക്കാർ വരുന്നത് ഫോട്ടോയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ആ ഫോട്ടോ എടുക്കാൻ എത്ര നേരം വേണ്ടിയെന്ന് പറഞ്ഞു? 2 to 3 hours ക്യൂവിൽ നിൽക്കേണ്ടി വരും. 5 മിനിറ്റ് ഇപ്പം അങ്ങോട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അത് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ കയറാനായിട്ട് ഞങ്ങൾ താഴെ വന്നിട്ട് ബസ്സിൽ ആണ് ചെറിയ 45,000 രൂപ ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് വന്നത്. പിന്നെ ഇതുപോലെ പുറമൊക്കെ കവർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരൊരു ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. മെയിൻലി ഇവിടെ എല്ലാവരും വരുന്ന ഫോട്ടോയ്ക്ക് വേണ്ടി അല്ലേ, ആ വ്യൂക്ക് വേണ്ടിയാ. ഞങ്ങളോട് നേരത്തെ വരണം എന്ന് പറഞ്ഞു, ഗൂഗിളിലും പറഞ്ഞു 9-ന് മുന്നേ വന്നിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾ 8:30 എത്തി. എന്നിട്ടും അവർ പറയണത് 2-3 മണിക്കൂർ എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം വന്നപ്പോ തന്നെ നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഞങ്ങള് വഴിയിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ, കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞ് വന്നപ്പോ ഇവിടെ ഉണ്ട് എല്ലാരും ഓൾറെഡി. എന്തായാലും ചെന്ന് നോക്കാം എടുക്കാൻ പറ്റുമോ. ഇത് നോക്കി കുത്തനെ കയറ്റാ കേട്ടോ, കുത്തനെ കയറ്റാ. 10,000 കൊടുത്താൽ അങ്ങോട്ട്. പിന്നെ വരുന്ന വഴി ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയതൊന്നുമല്ല, മാപ്പ് വേറെ വഴി കാണിച്ചു. ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ് കാണിക്കാതെ നേരെ പോയി. അപ്പോൾ ഒരുത്തവൻ എവിടുന്നോ പാഞ്ഞു വന്ന് ഞങ്ങളുടെ സഹായിയായി. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സഹായി തെറ്റാന്ന്. അപ്പോൾ ഞാൻ നിർത്തി ഒന്നുകൂടെ ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോൾ ലംഫിയാങ് ടെമ്പിൾ ഇത് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 1 മിനിറ്റൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്ക് എവിടുന്നോ വരട്ടെ. എന്നിട്ട് അവൻ 50,000 രൂപ ഞങ്ങളുടെ വാങ്ങിച്ചു. എന്തെന്നറിയാൻ നോക്കണേ. ഇവിടെ ആദ്യമായിട്ടാ ഇവിടുന്ന് സഹായം ചെയ്തിട്ട് ഒരുത്തൻ കാശ് ചോദിക്കണേ. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും സഹായം ചോദിച്ചാൽ കുറേ പേര് കാണുമല്ലോ. അത് ചോദിക്കാൻ നിർത്താൻ പോവായിരുന്നു, ആരെയും കണ്ടില്ല. അപ്പോഴത്തേക്ക് അവൻ പാഞ്ഞു വന്നു. പോട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ മേളിൽ ചെന്നിട്ട് നമുക്ക് കുറേ നടക്കാനുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ. പക്ഷേ ഇതിനുള്ള ക്യൂ ആണ് ഈ കാണുന്ന മൊത്തം. പിന്നത് ഇവിടെ അത്രയ്ക്ക് ക്യൂ ഇല്ല ഇവിടെ നിൽക്കാനായിട്ടല്ലേ. ഇവിടെ നിന്ന് എടുക്കുന്ന ഫസ്റ്റ് അല്ലേ കുറച്ച്. പിന്നെ പറഞ്ഞത് ഇപ്പോൾ 70ാമത്തെ നമ്പറാണ് അവർ വിളിച്ചത്. അപ്പോൾ ഈ നമ്പർ വിളിക്കുന്നതനുസരിച്ചാണ് പോയി ഫോട്ടോ എടുക്കണേ. നമ്മുടെ നമ്പർ എത്ര? 207 അല്ലേ, 227. അപ്പോൾ അത്രയും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞ് ഏതാണ്ടും 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പിന്നെ വേറെ ഒരു പണി എനിക്ക് കിട്ടിയത്, ഞാൻ ഇന്നാണ് ഏറ്റവും നല്ലപോലെ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് ഈ സംഭവം ഇടണം, ഈ സംഭവം ഇടണം. അപ്പോൾ ഞാനും ഇട്ടിരുന്നു. ഡ്രസ്സൊന്നും അപ്പോൾ ഇനി ഫോട്ടോയുടെ എന്താണ് വെയിറ്റ് ചെയ്യണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമുക്ക് ഇതെന്തായാലും ഒന്ന് എടുക്കാമെന്ന് തോന്നുന്നു. നല്ല ഡ്രസ്സുണ്ട്, നോക്കാം. ഞങ്ങൾ അതിൻ്റെ ഇടെ താഴെ ചെന്ന് ഞങ്ങൾ വന്നപ്പോൾ അവിടെ നിന്ന് അവിടെ ഒരു ഗേറ്റ്, ഒരു ഡ്രാഗണിൻ്റെ സംഭവം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ചെറിയ ക്യൂ, 3 എൻട്രൻസ് ഉള്ളതുകൊണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ കറക്റ്റ് 9 മണിയായിരുന്നു അല്ലേ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ. അന്നേരം വിളിച്ചുകൊണ്ടിരുന്ന 85. ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ താഴെ ചെന്ന് കഴിച്ചു. എന്നിട്ട് കയറി വന്നപ്പോൾ 10 മണി. പക്ഷേ ഇവിടെ എത്ര നമ്പർ? 123. നമ്മുടെ 207 ആണ്. 227 അല്ല, 207 തന്നെയായിരുന്നു. നോക്കാം എത്ര സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ബേബി. 1.5 മണിക്കൂർ ഇനിയും വേണ്ടി വരുമെന്ന് തോന്നുന്നു. ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ നല്ല ക്യൂ ഉണ്ട്, നോക്കി ഫുള്ള് തിരക്കാ. ജനസാഗരമാണ്.
ഇത് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നതല്ല. അപ്പൊ മനസ്സിലായില്ലേ, ഇതൊരു ഫോട്ടോ സ്പോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇപ്പോൾ എല്ലായിടത്തും മെയിനായിട്ട് ഫോട്ടോയ്ക്ക് അവർ നല്ല ചാർജും ചെയ്യുന്നുണ്ട്. എങ്ങനെ വന്നാലും മിനിമം ഇവിടെ ഇപ്പോൾ കുറേ സ്ഥലത്ത് 10, 20, 50, 100 അങ്ങനെയാണ് ലക്ഷത്തിൻ്റെ കണക്ക്. അല്ല 10,000, 20,000, 50,000, 1,00,000 അങ്ങനെ തന്നെ. അപ്പോൾ എങ്ങനെ വന്നാലും ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ തന്നെ 10-200 രൂപ നമ്മുടെ ഇന്ത്യൻ മണിയും ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഇവർ കാശ് ഫോട്ടോയിൽ തന്നെ ഉണ്ടാക്കണമുണ്ട്. സമയം 1 മണി ആവാറായി. 8:30 ഇവിടെ എത്തിയത്. ഒരു ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഏതാണ്ട് 5 മണിക്കൂർ അങ്ങോട്ട്. ഇപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കും. അതെ, ഉറങ്ങുവാണ്. നോക്കിക്കേ, ഫുള്ള് ക്യൂ. ഇനി എടുത്തിട്ട് നല്ല ഫോട്ടോയും കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും മനുഷ്യന്. അവസാനം ഞങ്ങളുടെ നമ്പർ എത്തിയിരിക്കുകയാണ്. 207. 5.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇത് അവർ കഴിഞ്ഞാൽ നമ്മളങ്ങ് പോവാം. Okay, start. Next pose. Next pose. The last pose. Okay, got it. എന്റെ ഭഗവാനെ, സ്റ്റേജ് പെർഫോമൻസ് കഴിഞ്ഞ പോലെ. അങ്ങനെ ഞങ്ങൾ നീണ്ട 5.5 മണിക്കൂറിന് ശേഷം എടുത്തു. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ സമയം 1:10 ഇനി ഞങ്ങൾ അടുത്തത് എവിടെയെങ്കിലും പോയി ഞം കഴിക്കണം. പിന്നെ അടുത്തൊരു ടെമ്പിളും കൂടെ ഉണ്ട്. ഫോട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ലതായിരിക്കും. പക്ഷെ എല്ലാവരും പോസ്റ്റ് പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷെ 5.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അതിപ്പോൾ ഞങ്ങൾ വന്ന ദിവസം തന്നെയായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യം മാതിരി ഇരിക്കും. പിന്നെ ഇനി നമുക്ക് അടുത്ത അമ്പലം നോക്കട്ടെ. ഒന്നില്ലെങ്കിൽ അടുത്ത അമ്പലത്തിൽ പോവാം. അതെ, ആദ്യം എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഇത് മാംഗോസ്റ്റീൻ എന്നും പറഞ്ഞൊരു ഫ്രൂട്ട് ഇന്ത്യ കിട്ടും, നമുക്കവിടെ കിട്ടും. പക്ഷേ ട്രൈ ചെയ്തിട്ടില്ല. വാളംപുളിയില്ലേ, 60 രൂപ ഇവിടെ. വെറുതെയല്ല, അതായത് 1 കിലോ 80 രൂപ എടുത്ത്. സോറി, 1 കിലോ 80. ഞാൻ ട്രൈ ചെയ്യാൻ പോവാ ആദ്യമായിട്ട്. വാളംപുളി ആയിരിക്കും, പക്ഷെ നല്ല മധുരം ഉണ്ടായിരിക്കും. പുളി പുളിയുടെ തന്നെ വേറെ സാധനം അല്ല, പുളിയല്ല അത്, മധുരം ഉണ്ട്. ഉണ്ട് വെറൈറ്റി. അപ്പോൾ എൻ്റെ കണ്ണാടി എങ്ങനെയുണ്ട്? പൊളിയല്ലേ? 150 രൂപ വാങ്ങിച്ചാൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തീർത്ഥഗംഗ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലാട്ടോ. ഇത് നോക്കി, പോളി വ്യൂ. അതായത് ഇവിടെയാണ് മെയിനായിട്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അതായത് മീനെയൊക്കെ തീറ്റ കൊടുക്കാൻ വെച്ചിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം. നമ്മൾ ആ അമ്പലത്തിൽ പോയില്ലായിരുന്നു. പക്ഷേ ഇത് നടുക്കേക്കൂടെയൊക്കെ നടക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പറന്ന് നടക്കുക അങ്ങനെ. ഇതാണ് ഇവിടുത്തെ അമ്പലം. പിന്നെ വേറെ വെറൈറ്റി സാധനമുണ്ട്. പുറത്ത് പാമ്പിൻ്റെയും വവ്വാലിൻ്റെ വലിയ വവ്വാലിലൂടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പേടിയാണ്, വലിയ പാമ്പ് വന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ഇതുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഫിഷ് ഫുഡ് പോയി വാങ്ങണം ആദ്യം. അപ്പോൾ നമുക്ക് അതൊന്ന് പോയി വാങ്ങിച്ചിട്ട് വരാം. ഹായ്, ഹൗ മച്ച് ഫോർ ഫിഷ് ഫുഡ്? ഇത് 5000 രൂപ. ഇതുപോലെ അവിടെ ചെറുതല്ലേ കണ്ടേ, 3 എണ്ണം. ഇത് വലിയത് 10,000. എന്നൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ 2 എണ്ണം വാങ്ങിച്ചാലോ? സ്മാർട്ട് നോ? അപ്പോൾ ഇത് എത്ര നോക്കട്ടെ, എന്തോന്ന് 5000-ൻ്റെ 2 എണ്ണം വാങ്ങിയാൽ മതി. അതാണ് അല്ലേ, 5000-ന് 2 എണ്ണം കണ്ട. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഫിഷ് ഫുഡ് വാങ്ങണവർ പുറത്തുനിന്ന് വാങ്ങണ്ട, അല്ല അകത്തുനിന്ന് വാങ്ങിച്ചു. ഇത് ഇച്ചിരി കൂടെ വലിയ പാക്കാണ് ആണ്. കണ്ട എനിക്കറിയാം, ഞാൻ കണ്ടതാ, എനിക്ക് ഉറപ്പാണ്. 10,000. താങ്ക് യു. അപ്പോൾ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം എനിക്ക്. ഇടിച്ച് ഞാൻ മൊത്തം കൊടുക്കും. പിന്നെ ഞാൻ എന്നാ സൂക്ഷിച്ച് വെച്ചിട്ട് പുഴുങ്ങിട്ട്. നല്ല വ്യൂ ആട്ടോ. ഒരു വെയിലത്താണ് വന്നിരിക്കുന്നത്, പക്ഷെ കൊള്ളാം, ലൈറ്റൊക്കെ ഉണ്ട്, ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി ഇതുങ്ങൾക്ക് ഇച്ചിരി തീറ്റയൊക്കെ കൊടുത്തിട്ട് വരാം. ഓക്കെ, എല്ലാം ഇപ്പോൾ ഇവിടുത്തെ അമ്പലങ്ങളിൽ മെയിൻ പ്രാർത്ഥനയല്ല, ഇവിടുത്തെ അമ്പലങ്ങളിൽ മെയിൻ ഫോട്ടോസാണ് എല്ലാവരും. കണ്ടാ മീൻ, കണ്ടാ ചാറാവറ മീൻ, തിലാപ്പിയ. അതേ പറഞ്ഞ ചാവാറായി കിടക്കണം. ഒയ്യോ, ചത്തുപോയടാ. അശ്ശോ, വലിയൊരു മീൻ. ശേ, ചാവാറായി.
ഇത് ഇവിടെയൊക്കെ തിലാപ്പിയാണോ എന്ന് തോന്നുന്നു, കണ്ടിട്ട് തിലാപ്പിയ മാതിരിയുണ്ട്. തിലാപ്പിയാണോ ആണെന്ന് തോന്നുന്നു. ടാർപ്പൂളും ഉണ്ട് ഇഷ്ടംമാതിരി. കണ്ടോ നോക്കി മീനുകൾ കിടക്കണ നോക്കി എന്തോരാന്ന്. നമുക്കൊന്ന് അണ്ടർ വാട്ടർ ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പൈസ ഒക്കെ വാങ്ങിക്കണ്ടേ. ഇത്ര വലിയ കോഴികളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇമ്മാതിരി സൈസാണ്. ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം ചെറിയൊരു സൂ ആണ്. Yeah, if you want, that's the 2 animal, 50,000 for one. ആ എന്നാൽ 2 ആനിമൽ എടുക്കാം. If you want. ഓക്കെ, സോ 2 animals 50,000 for 1 person. ഇപ്പം നീയും എടുക്കണ്ടോ? ഞാൻ എടുക്കാൻ പോവാ. ഓക്കെ. ദാണ്ട കൊണ്ടുവരുന്നു. ഇപ്പൊ പേടിയുണ്ടെന്നൊക്കെ. 25 കിലോ 25 കിലോ ഉള്ള നല്ല സ്കിന്ന്, നല്ല തിളക്കമുള്ളത്. ഒരു ഫോട്ടോ എടുത്തായിരുന്നു, വീഡിയോ എടുത്തായിരുന്നു. 250 രൂപ. 2 ആൾക്കാർ നോക്കണം. ചെറുക്കനൊരു പേടിയില്ലാതെ നിൽക്കണം. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ്. Will it bite? No, let go. I will leave. Yeah, let they go. Like this. 25 കഴിഞ്ഞു. ഫോട്ടോ വേണ്ട പുറകെ കിടക്കുന്നുണ്ടോ? ചിറക് വിരിച്ച് കുറെ കിടപ്പുണ്ട്. I make photo. You can look the photo. എന്റെ ദൈവമേ. നല്ല ഫോട്ടോ ഉണ്ട്. Yeah, nice. Okay. One more, 2 animals 50. She will also take 2 animals. No, I will take only one. Ready അല്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. പിടിച്ചോ, കൈ പിടിച്ചോ. എങ്ങനെയുണ്ട് ബേബി? നല്ല രസമല്ലേ പിടിക്കാൻ? പ്ലാസ്റ്റിക് മാതിരി. കണ്ണ് തുറന്നു പിടി. ചിരിക്ക് ചിരിക്ക്. ചിരിക്കൂ. അങ്ങനെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു പാമ്പിൻ്റെ കൂടെയൊക്കെ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ അത് നടന്നു. പാമ്പിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ ഇത് ഫ്രൂട്ട് ബാറ്റ്, വലിയ ബാറ്റിൻ്റെ കൂടെ മൂങ്ങയുടെ കൂടെ എടുത്തു. ഹൗ യു ഫീലിംഗ് ബേബി? ആൾക്ക് പേടിയാ വവ്വാലിനെ എടുത്തപ്പോഴത്തേക്ക്. ഇനി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി നോക്കിയതാ. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞ ബിരിയാണി ഓർഡർ ചെയ്താ. ബിരിയാണി നോക്കി, ചിക്കൻ ബിരിയാണി. ചിക്കൻ വെറുതെ പൊരിച്ചെടുത്ത് മസാല ഒന്നും ഇല്ലാണ്ട്, പിന്നെ റൈസും കാണിച്ചു. ഇത് പിന്നെ മൈ ഗോരങ്ക, അത് പിന്നെ വളരെ. ഇത് കണ്ടിട്ട് തന്നെ എന്തുവാണെന്നറിയില്ല. ഇനി കഴിച്ചു നോക്കിയിട്ട് ബാലൻസ് പറയാം. ബിരിയാണി ഇപ്പോൾ കഴിച്ചു നോക്കി. ചിക്കൻ ജസ്റ്റ് മസാല ഒന്നും ഇല്ലാണ്ട് വെറുതെ എണ്ണയിൽ ഡ്രൈ ആക്കി എടുത്താണ്. ഇവിടെ വന്ന് ഞങ്ങൾ ഇത്രയും നാള് ഇന്തോനേഷ്യൻ തന്നെ കഴിച്ചത്. പക്ഷെ ഇന്നൊന്ന് ഇന്ത്യൻ ഫുഡ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് കയറിയതാണ്. 65 ഇതാണ്, 65,000 രൂപയാണ് ഒരു ബിരിയാണിക്ക്. അതായത് ഇന്ത്യൻ റുപ്പി 330 രൂപ എന്തോ വരും. പക്ഷെ റൈസ് കുഴപ്പമില്ല. റൈസ് മഞ്ഞപ്പൊടിയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റില്ല, ഇത് വേറെ എന്തോ സാധനം. ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് തുക്കട്ട് ചപ്പങ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോളിലാട്ടോ. അപ്പോൾ സമയം എപ്പോഴാണ്? സമയം ഇപ്പോൾ 8:10 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഗുഹയ്ക്കകത്താണ് വെള്ളം വന്നെ. ഫോട്ടോയിൽ അങ്ങനെയാണ്. ചെന്നും നോക്കുമ്പോൾ പറയാം എങ്ങനെയായിരിക്കും എന്ന്. ലൈറ്റും വരും. ഗുഹയല്ല, ഒരു ഓട്ടയിൽ കൂടെ ലൈറ്റ് വരും, വെള്ളം അതിൽ കൂടെ ചാടും. അങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. അത് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കാശ് അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞേ. 11ാമത്തെ 12ാമത്തെ നമ്പറാണ് ഇന്ന് വന്നേക്കുന്ന ആൾക്കാർ. ഇന്ന് ഞങ്ങൾ നേരത്തെ. അപ്പോൾ അധികം ആൾക്കാരില്ല. അപ്പോൾ നല്ല നല്ല വ്യൂസൊക്കെ കണ്ടുപിടി ഇരിക്കാം, തിരക്കില്ലാണ്ട്. കാരണം മിക്ക വാട്ടർഫോളിൽ ഇവിടെ എവിടെയൊക്കെ പോയാലും നല്ല തിരക്ക്. ആ കൂടി ആ ഒരെണ്ണത്തിൽ ലേക്കയിലേക്കലാണ് ഇച്ചിരി ഇതൊക്കെ കുറഞ്ഞിരിക്കുന്നത്. നോക്കി ഇവിടെയൊക്കെ എന്താ ക്ലീനാന്ന് നോക്കി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് നിങ്ങൾ മനസ്സിലായോ? ഇത് നമ്മുടെ ഏത് വീട്ടിൽ പോയാലും ഇവിടെ ഇങ്ങനെ പച്ച മാതിരി
ഇങ്ങനെ ലോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. എല്ലായിടത്തും അമ്പലമുണ്ട്, അവരുടെ വീടുകളിൽ എല്ലായിടത്തും വീടുകളിലും അമ്പലമുണ്ട്. അതാണ് ഇവിടുത്തെ സ്ഥലം. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. എന്നല്ല നമ്മുടെ വീട്, ഞാൻ നാട്ടിൽ ചെന്നിട്ട് എൻ്റെ വീട് ഇതുപോലെ ആക്കാൻ പോവാം. ഞാൻ ആദ്യമേ പുറകിലത്തെ പറമ്പ് മൊത്തം വെട്ടി തെളിച്ചിട്ട് പുറകിലത്തെ പിന്നെ അതല്ല പറയട്ടെ, പുറകിലത്തെ പറമ്പ് മൊത്തം വെട്ടി തെളിച്ച് ഞാൻ ലോൺ നട്ടു ഇങ്ങനെ. എന്നിട്ട് ഇടയ്ക്ക് അവിടെ പോയി ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും. ഹായ്, കാശി ഇവിടെ കൊടുക്കണല്ലേ. ഫോറിനേഴ്സൊക്കെ വന്നു തുടങ്ങി. നമ്മളും ഫോറിനേഴ്സ് ആണല്ലോ ഇപ്പം. അപ്പം അതിനു മുമ്പ് താഴത്തേക്ക് ചെല്ലട്ടെ. അയ്യോ, 15 ഇന്ന് 10. പക്ഷെ നല്ല റോഡാണെന്ന് തോന്നുന്നു. ഇതാ വെച്ചു വാൾട്ട് വെച്ചു. അപ്പം നമുക്ക് നോക്കാം താഴത്ത് എന്നിട്ട് ഇനി കാണാം എങ്ങനെയാണ്. ഇത് ഇവിടുന്ന് ഒരു ചെറിയ കനാല് മാതിരി എനിക്ക് തോന്നുന്നത് അവിടുന്ന് ഒഴുകി ഇങ്ങനെ പോവാം. എനിക്ക് ഇവിടെയൊക്കെ വേണമെങ്കിൽ കുളിക്കാമെന്ന് തോന്നുന്നു അല്ലേ. നല്ല ക്ലീൻ. ഇവിടെ എല്ലാം ഫ്രഷ് വാട്ടറും ക്ലീനൊക്കെയാണ്. ഇനി ഇതിലേ പോകണ്ടേ? ഇതിലേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി കനാലിൻ്റെ വക്കത്തൊക്കെ നമുക്ക് ഇനി നടന്നു പോകണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കേരള ഫീലാണ് കിട്ടണേ അല്ലേ. ഇപ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നു. ഞാൻ ഈ ഒരു ഷോട്ട് മാത്രം കാണിച്ചിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്താണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിശ്വസിക്കും. കാരണം അങ്ങനത്തെ ഒരു രസമുള്ള സ്ഥലം അത്. അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. നോക്കി, ഇങ്ങനൊരു ഗുഹയാണ്. ഇരുട്ട താഴെ. എനിക്ക് തോന്നുന്നു ലൈറ്റ് വരുമ്പോൾ അത് അകത്തേക്ക് നല്ല ഗുഹയാണ്. നല്ല കുത്തനുള്ള ഇറക്കമുണ്ട്. വലിയ സ്റ്റെപ്പാ. വലിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സ്റ്റെപ്പാണ്. തിരിച്ചു കയറുമ്പോഴത്തേക്കും നല്ല പാടുപെടും. നോക്കി, വാ, ഇതൊരു വെറൈറ്റി വെള്ളച്ചാട്ടം കേട്ടോ. അധികം വെള്ളം അധികം ഇല്ല. ഇത് അവിടെ നിന്ന് വീഴുന്ന നോക്കി. അപ്പോൾ ഈ ഗുഹ എവിടെയാ? ഇവിടെ ഇതാണ് ഒരെണ്ണം വാട്ടർഫോൾ. അതാണ് വാട്ടർഫോൾ. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് അവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാനാണ്. കാരണം ആ ലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ ഒരു വേ ഓഫ് ലൈറ്റ് വാട്ടറാണ്. ഇതൊക്കെ ഇങ്ങനൊരു സ്ഥലം. ആ വെള്ളം മഞ്ഞാടത്തുനിന്ന് വെളിച്ചടിക്കണം. വെള്ളം കറക്റ്റ് എവിടെ നിന്നാണ് വീഴണം അവിടെ വെളിച്ചടിക്കണം. ഇത് അധികം ആഴമൊന്നുമില്ല. ഇത് അങ്ങനത്തെ വെള്ളച്ചാട്ടമല്ല, ഇത് ചെറിയ വെള്ളച്ചാട്ടം. പക്ഷെ ഇതിന്റെ വ്യൂ ആണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഗുഹമായിട്ടുള്ള. അവിടെ ലൈറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു 9-10 മണിക്ക് ആകുമ്പോൾ നല്ല ലൈറ്റ് വരും എന്നാണ് തോന്നുന്നത്. അങ്ങോട്ട് ഇത് ഇവിടെ ഒരു ഗുഹ. ഗുഹയ്ക്കകത്തൊന്ന് കയറി നോക്കാം. എടാ, ഇതായിരിക്കും ആ ലൈറ്റ് വരുന്നത്. നോക്കിയേ, ഇതിൻ്റെ അകത്തുണ്ട് ലൈറ്റ് അടിച്ച് കാത്തോണ കേട്ടോ. ഞങ്ങളിപ്പോൾ ഗുഹയുടെ അകത്തേക്കൂടെ പോവുക. അങ്ങ് നോക്കതേ വെള്ളം വീഴുന്നുണ്ടോ? ഇതാണത്. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് അടിച്ച് ഇങ്ങ് വരും, വെള്ളം ചാടും. എനിക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ടോ, പൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ലൈറ്റ് വന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ. ഞങ്ങൾ ഇത് വെളിച്ചം വരുമ്പോൾ നമ്മൾ എടുത്ത് കാണിക്കാട്ടോ ഇത് എങ്ങനെയുണ്ടെന്ന്. അയ്യോ, ഞങ്ങളിപ്പോൾ അതെ നമ്മളെ നേരത്തെ ഒരു ഗുഹ പോയില്ല, അതിൻ്റെ തൊട്ടടുത്തൊരു ഗുഹയാണ്. നോക്കി, ഇതിനകത്ത് കയറിയ പക്ഷെ മൊത്തം നനഞ്ഞു. അതാണ് ഞങ്ങളിങ്ങനെ നിൽക്കണേ. ഇന്ന് ആലോചിക്കുക. കുറേ വാട്ടർഫോൾ പോയിട്ടുണ്ട് ഇവിടെ. ഞങ്ങളൊരു 5-6 വാട്ടർഫോൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര വെറൈറ്റിയാണ് സാധനം അല്ലേ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഫുള്ള് വേറൊരു വൈബ്. ഒരു ഗുഹ, ഒരു കാടിൻ്റെ നടുക്കേക്കൂടെയൊക്കെ പോണ ഒരു ഫീലാണ് ഇവിടെ. വരുന്നുണ്ട്.
വെളിച്ചം വരുന്നുണ്ട്. നമ്മളിതിപ്പോൾ കണ്ടത് ഈ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലുള്ള ഒരു ഗുഹയാണ് നമ്മൾ കണ്ടത്. അവിടെയും ഫോട്ടോ എടുക്കാം ഇതുപോലെ ലൈറ്റ് വന്നത്. ഇത് വേറൊരു സ്ഥലം. ഇവിടെ ഇതുപോലെ ലൈറ്റ് വരും. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഇതുപോലെ ലൈറ്റ് വരുന്നതുണ്ട്. ഇവിടെ അത്യാവശ്യം വെള്ളം കൂടുതലാണ്. കണ്ടോ, ഇവിടെയാണ് മറ്റേ ലൈറ്റ് വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന വേറെ സെറ്റപ്പ്. പക്ഷെ ഇവിടെ പ്രകാശം വന്നു. അതിൻ്റെ അകത്തേക്ക് ഇനിയും ഉണ്ട് കേട്ടോ വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടംമാതിരി. ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് ആൾക്കാർ. നമുക്ക് ഇതിൻ്റെ താഴത്തെ കൂടെ അപ്പുറത്തേക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം പോയി നോക്കാം. അയ്യോ, നാഷണൽ ജിയോഗ്രഫിയിലുള്ള മാതിരിയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുണ്ട് എടാ, ഇവിടെ ഏണി വെച്ചിട്ടുണ്ട് കയറാൻ. ഇവിടെ ഏണി വെച്ചിട്ടുണ്ട് കണ്ടോ. പ്രകാശം അവിടെ നിന്ന് വന്നു തുടങ്ങി. ഇവിടെ വെളിച്ചം വന്നുണ്ടെന്ന് തോന്നുന്നു. ഓ പൊള്ളി, എൻ്റെ മോനെ, ഇതാണ് വ്യൂ. ഈ ചേച്ചിമാരല്ല, ഈ വെള്ളം. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണേ. അപ്പോൾ ഇവിടുന്ന് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. വ്യൂ നോക്കിയേ എൻ്റെ മക്കളെ, ഇത് കാണേണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. ഈ വെള്ളച്ചാട്ടം എന്തായാലും നിങ്ങൾ വന്നിരിക്കണം. ഇവിടുത്തെ ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഈ കല്ലിൻ്റെ മേളിൽ കയറി നിന്നാട്ടോ. ഇവിടുന്ന് വ്യൂ നോക്കി, അവിടുന്ന് ഇങ്ങനെ വെളിച്ചടിക്കും. എന്താല്ലേ പൊളി വ്യൂ. വന്നിരിക്കണം എല്ലാവരും. അതിൻ്റെ അകത്താണ് വാട്ടർഫോള്. ആ ഗുഹയ്ക്കകത്ത് ഇങ്ങനെയാണ് കയറി വരുന്ന സ്ഥലം. അതിങ്ങനെ ഒരു വട്ടത്തിൽ കറക്റ്റ്. ഇവിടാണ് ഫോട്ടോ സ്പോട്ട്. അങ്ങനെ ഇറങ്ങി പിന്നെ ഈ ഗുഹയെക്കൂടെ അങ്ങ് പോകണം. മേളിലേക്കും വ്യൂ. എന്താല്ലേ അപ്പോൾ തുക്കച്ചപ്പം കയറി മക്കളെ. അടിപൊളി. ഇനി ഇത് കഴിഞ്ഞു. ഇനി എന്നാ പ്ലാനൊന്നുമില്ല. ഇനി ജസ്റ്റ് വീട്ടിൽ പോയി ചില്ല് ചെയ്യണം. ഞം പിന്നെ ചില്ല്. പിന്നെ പോയി കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് വീഡിയോ ഇടണം. അപ്പോൾ ഇൻസ്റ്റയിൽ പോയി നോക്കിക്കണം. ഞങ്ങളുടെ ഡാൻസ് വീഡിയോസ് എല്ലാം ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാവേ. അപ്പോൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്ത് കാണാം.